കേൾവിയില്ലാത്ത ലോകം ഒരു മൗന ലോകമാണ്. കേൾക്കാൻ കഴിയുന്ന ജീവിതം ഒരു വരം തന്നെയാണ്. എപ്പോഴാണ് ഒരു കുട്ടി കേട്ടു തുടങ്ങുന്നത്? ജനിച്ച ഉടനെയാണോ? അല്ല, അമ്മയുടെ വയറ്റിലുള്ളപ്പോൾ തന്നെ കുട്ടികള് ശബ്ദം കേൾക്കുന്നുണ്ട്, അല്ലെ? സാധാരണയായി ഒരു ഗർഭസ്ഥ ശിശു 20 വീക്സ് അഥവാ 5th മന്ത് മുതൽക്ക് തന്നെ ശബ്ദങ്ങൾ കേൾക്കുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടോ. അതായത് അമ്മയുടെ ഹാർട്ട് ബീറ്റ്, ബ്ലഡ് ഫ്ലോ, അമ്മയുടെ സംസാരം തുടങ്ങിയ. അതുകൊണ്ടാണ് ജനിച്ചതിന് ശേഷം കുട്ടികൾ അമ്മയുടെ സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാമാവുന്നത്. ഇതുപോലെയാണ് കേൾവിയും ഭാഷയും തമ്മിൽ ബന്ധമുണ്ടാവുന്നത്. ഇനി ജനിച്ചുടനെ നമുക്ക് കേൾവിക്കുറവ് കണ്ടുപിടിക്കാൻ കഴിയുമോ? കഴിയും. അതിനാണ് ന്യൂബോൺ സെർവിസ് സ്ക്രീൻ, അതായത് OAE അല്ലെങ്കിൽ ABR ടെസ്റ്റ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് തലച്ചോറിലേക്ക് ശബ്ദം കൊടുക്കുന്ന കേൾവിക്ക് ആവശ്യമായ നരമ്പുകൾ സൗണ്ട് കേൾക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ കഴിയും. ഇതിൽ നമുക്ക് പാസ് അല്ലെങ്കിൽ റെഫർ എന്നായിരിക്കും കിട്ടുന്നത്. പാസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കുട്ടിയുടെ ഹിയറിംഗ് നോർമൽ അല്ലെങ്കിൽ ഹിയർ ടു നോർമൽ എന്നാണ്. ഈ റെഫർ ആണ് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് കേൾവിക്കുറവാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ജനിച്ചൊരു 24 hours കഴിയുമ്പോഴേക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ജനിച്ച ഉടനെ ആവുമ്പോൾ കുട്ടികളുടെ ചെവിയിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ പ്രസൻസ് ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും വാക്സോ മറ്റെന്തെങ്കിലും ഫ്ലൂയിഡ് പ്രസൻസ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള കുട്ടിയുടെ ഹയർ മൂവ്മെന്റ്സ് കാരണത്താലും നമുക്ക് റെഫർ കിട്ടും. ഇങ്ങനെയുള്ള കേസിൽ ഒരു 3 to 4 വീക്സ് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ടും നമുക്ക് റെഫർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യണം, അതായത് ABR ടെസ്റ്റ്. പ്രത്യേകിച്ച് ഹൈ റിസ്ക് കാറ്റഗറീസിൽ വരുന്ന കുട്ടികൾ, അതായത് മാസം തികയാതെ പ്രസവിച്ച കുട്ടികൾ, NICU ബേബീസ്, എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉള്ളത്, അല്ലെങ്കിൽ ക്രൈനിയോഫേഷ്യൽ അനോമലീസ് സിൻഡ്രോംസ് ഉള്ളത്, അല്ലെങ്കിൽ ബർത്ത് വെയിറ്റ് ലെസ് ദാൻ 1500 grams വരുന്നത്, ഇങ്ങനെയുള്ള കുട്ടികളിലാണ് ഇത്തരത്തിലുള്ള കേൾവിക്കുറവ് കൂടുതലായും കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള കേസിൽ ഒരു 3 months ആവുമ്പോഴത്തേക്ക് നമ്മൾ ഹിയറിംഗ് ലോസ് ഐഡന്റിഫൈ ചെയ്യുകയും 6 months ആവുമ്പോഴത്തേക്ക് അതിനുള്ള ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുകയും വേണം. അല്ലാന്നുള്ള കേസിൽ കുട്ടികളിൽ അത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റൽ ഡിലേയും തുടർന്ന് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസും സോഷ്യൽ ഇന്ററാക്ഷൻ ഡിഫിക്കൽട്ടീസും ഉണ്ടാവും. ഇനി ഹിയറിംഗ് ലോസ് ഡയഗ്നോസ് ചെയ്ത കേസിൽ കുട്ടിയുടെ ഏജും സിവിയറിറ്റിയും അനുസരിച്ച് ഉടനെ തന്നെ അതിനുള്ള മാനേജ്മെന്റ് ചെയ്യണം. അതായത് ഒരു മൈൽഡ് ടു മോഡറേറ്റ് ലോസ് ആണെങ്കിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡും, ഒരു സിവിയർ ടു പ്രൊഫൗണ്ട് കേസിൽ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഓഡിറ്ററി വെർബൽ തെറപ്പി പോലുള്ള തെറപ്പി പ്രോഗ്രാംസ് നോർമൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുതിർന്നവരിലും ഹിയറിംഗ് ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രായമാകുമ്പോൾ പ്രസ് ബൈ അക്യൂസിസ് എന്ന ഒരു ഏജ് റിലേറ്റഡ് ഹിയറിംഗ് ലോസ് വളരെ കോമൺ ആണ്. കേൾവിക്കുറവുണ്ടായാൽ അത് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസും സ്ട്രെസ്സും ഓർമ്മക്കുറവും എല്ലാം ഉണ്ടാക്കും. അതുകൊണ്ട് റെഗുലർ ഹിയറിംഗ് ചെക്കപ്പ് ചെയ്യുക എന്നത് വളരെ അനിവാര്യമാണ്. ഇനി നീടുള്ളവർ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നത് അത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ഹിയറിംഗ് ഹെൽത്ത് അല്ലെങ്കിൽ ഓറൽ ഹൈജീൻ കാത്തു സൂക്ഷിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതായത് ചെവിയിൽ കോട്ടൺ ബഡ്സ് ഇടാതിരിക്കുക, ഇയർബഡ്സ് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് വെച്ചിട്ട് ലൗഡ് മ്യൂസിക് കേൾക്കുന്നത് ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും വെള്ളം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഹോം റെമഡീസ് ഒന്നും ചെയ്യാതെ ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്യുക, ഇൻഫെക്ഷൻ ഉണ്ടായാലും ഡിലേ ചെയ്യാതിരിക്കുക എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ അറിവിലോ ആർക്കെങ്കിലും ഇതേപോലെയുള്ള ഹിയറിംഗ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒട്ടും ഡിലേ ചെയ്യാതെ ഉടൻ തന്നെ ഒരു ഓഡിയോളജിസ്റ്റിനെയോ ENT സ്പെഷ്യലിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.